DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിൻ്റെ PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ ഗഡു വിതരണത്തിനുള്ള കാത്തിരിപ്പിലാണ് ഗുണഭോക്താക്കൾ. ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള 4 മാസത്തെ ഗഡുവായ കിസാൻ നിധി 22ാമത് ഗഡുവിൻ്റെ വിതരണം 4ാം മാസമായ മാർച്ചിലാണ് നടക്കുന്നത്. വിതരണത്തിനുള്ള നടപടിക്രമങ്ങളും അപ്ഡേഷനുമെല്ലാം പൂർത്തിയായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സൗകര്യാർത്ഥമുള്ള ഒരു തീയതി ലഭിച്ചാൽ വിതരണം പ്രഖ്യാപിക്കുമെന്നാണ് അറിയുന്നത്. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് 22ാം ഗഡുവിൻ്റെ വിതരണ ഉദ്ഘാടനം കേരളത്തിൽ വെച്ച് നടക്കാനാണ് സാധ്യതയെന്നാണ് റിപ്പോർട്ടുകൾ എത്തുന്നത്. മാർച്ച് മാസം 11ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളം സന്ദർശിക്കുന്നുണ്ട്. ഈ സന്ദർശന വേളയിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തോടൊപ്പം PM കിസാൻ തുകയുടെ വിതരണവും അദ്ദേഹം നിർവഹിച്ചേക്കുമെന്ന വാർത്തകളാണ് എത്തുന്നത്. യഥാർത്ഥത്തിൽ മാർച്ച് 6-നായിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനം നിശ്ചയിച്ചിരുന്നതെങ്കിലും പിന്നീട് അത് 11ാം തീയതിയിലേക്ക് മാറ്റുകയായിരുന്നു. ഈ ദിവസം NDAയുടെ സംസ്ഥാന പ്രകടന പത്രിക പുറത്തിറക്കുന്നതും മറ്റ് നിർണായക പദ്ധതികളുടെ പ്രഖ്യാപനവും ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. അതിനാൽ തന്നെ കേരളത്തിൽ നിന്നായിരിക്കും PM കിസാന്റെ രാജ്യത്തെ മുഴുവൻ കർഷകർക്കുള്ള തുക ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ കൈമാറാൻ സാധ്യത. ഇതുവരെയും കേരളത്തിൽ വെച്ച് കിസാൻ നിധിയുടെ വിതരണ ഉദ്ഘാടന ചടങ്ങ് നടന്നിട്ടില്ല. ഈ സാമ്പത്തിക വർഷത്തെ അവസാന മാസമായ മാർച്ചിൽ തന്നെ തുക വിതരണം ചെയ്യേണ്ടതുണ്ട്. അതിനാൽ മാർച്ച് ആദ്യ പകുതിയോടെ കർഷകരുടെ അക്കൗണ്ടിലേക്ക് 2000 രൂപ എത്തും. തുക കൃത്യമായി ലഭിക്കുന്നതിനായി കർഷകർ ശ്രദ്ധിക്കേണ്ട 3 പ്രധാന കാര്യങ്ങളുണ്ട്. EKYC ചെയ്യുവാൻ നിർദ്ദേശം വന്നിട്ടുണ്ടെങ്കിൽ പൂർത്തിയാക്കണം. OTP വഴിയുള്ള EKYC അല്ല, ബയോമെട്രിക് EKYC ആണ് നിർദ്ദേശം ലഭിച്ചവർ ചെയ്യേണ്ടത്. ലാൻഡ് സീഡിംഗ്, ആധാർ, ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് എന്നിവയാണ് ബാക്കിയുള്ളവ. ഈ 3 കാര്യങ്ങളും ശരിയാണെങ്കിൽ മാത്രമേ തടസ്സമില്ലാതെ പണം അക്കൗണ്ടിലേക്ക് എത്തുകയുള്ളൂ. നിങ്ങളുടെ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് പരിശോധിക്കാൻ PM കിസാൻ ഔദ്യോഗിക വെബ്സൈറ്റിലെ നോ യുവർ സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. ഇതിനായി രജിസ്ട്രേഷൻ നമ്പർ ആവശ്യമാണ്. രജിസ്ട്രേഷൻ നമ്പർ അറിയില്ലെങ്കിൽ ആധാർ നമ്പർ നൽകി OTP വഴി അത് കണ്ടെത്താവുന്നതാണ്. സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ ലാൻഡ് സീഡിംഗ്, EKYC എന്നിവ യെസ് ആണോ എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് DBT എനേബിൾഡ് ആയിരിക്കണം. മുൻപത്തെ 21 ഗഡുക്കളും മുടങ്ങാതെ ലഭിച്ചവർക്ക് ഇത്തവണയും തുക തടസ്സമില്ലാതെ ലഭിക്കും. അതിനാൽ തന്നെ ഭൂരിഭാഗം പേരും ഇത്തവണത്തെ ഗഡുവിനായി പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. എന്നാൽ ഏതെങ്കിലും ഗഡുക്കൾ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ സ്റ്റാറ്റസ് പരിശോധിച്ച് കാരണം കണ്ടെത്തി പരിഹരിക്കേണ്ടതാണ്. പദ്ധതി ആരംഭിച്ച് ഇതുവരെ 21 ഇൻസ്റ്റാൾമെൻറ്റുകളിലായി ഏകദേശം 42,000 രൂപ കർഷകർക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ വിതരണം ചെയ്യുന്നത് 22ാമത്തെ ഗഡുവാണ്. തീയതി സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം വരുമ്പോൾ ചാനലിലൂടെ അറിയിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്കായി DCB മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.